നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊട്ടിത്തെറിച്ച കപ്പലിൽ രക്ഷാദൗത്യം ദുഷ്കരമാകുന്നു. കപ്പൽ നിയന്ത്രണം വിട്ട് കടലിൽ ഒഴുകി നടക്കുകയാണ്. കപ്പലിന്റെ ഡെക്കിലാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ ആദ്യം പൊട്ടിത്തെറിച്ചു. തുടർന്ന് മറ്റു കണ്ടെയ്നറുകളിലേക്ക് തീ പടരുകയായിരുന്നു. നേവിയും കോസ്റ്റ് ഗാർഡും തീ അണയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ. കപ്പലിൽ നിന്ന് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നത് വൻ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായി 503 എന്ന ചൈനീസ് കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിഷാംശമുള്ള വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളാണോ കടലിലേക്ക് വീണത് എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതാണ് വീണിട്ടുള്ളതെങ്കിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. പൊള്ളലേറ്റ 5 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കൂടുതലും തായ്വാൻ പൗരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ കപ്പൽ ഉപേക്ഷിച്ചു. കാണാതായവരിൽ 2 പേർ തായ്വാൻ പൗരന്മാരാണ് എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നു. 10 പേർ ലൈഫ് ബോട്ടിലും 8 പേർ ലൈഫ് റാഫ്റ്റിലും രക്ഷപ്പെടുകയായിരുന്നു. ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരെയും കപ്പലിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകടത്തിന്റെ വിവരം അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉടനടി തന്നെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്നാൽ 4 പേർ അവർ എങ്ങോട്ട് പോയി എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഇവർ കടലിൽ വീണതാണോ അതോ തീപിടുത്തമുണ്ടായ കപ്പലിൽ തന്നെ ഇവരുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ആ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കോസ്റ്റ് ഗാർഡും നേവിയും മുൻപോട്ട് പോകുമ്പോഴാണ് കപ്പൽ കടലിൽ ഒഴുകി നടന്ന് ആ ഒരു പ്രതിസന്ധി കൂടി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് 3 ഡോണിയർ വിമാനങ്ങളും നാവികസേനയുടെ ലൈഫ് റാഫ്റ്റുകളോട് കൂടിയ ഒരു വിമാനവും അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. കൂടാതെ 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ കൂടി സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 കപ്പലുകളാണ് അയച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 20 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നായിരുന്നു വിവരങ്ങൾ. എന്നാൽ പിന്നീട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് 50 കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണു എന്നുള്ളതാണ്. ഈ 50 കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ള ഒരു ചോദ്യം ശക്തമാകുന്നു. 10 മണിക്കൂർ മുൻപാണ് കൊളംബോ തീരത്ത് നിന്ന് കപ്പൽ യാത്ര തുടങ്ങിയത്. നാളെ രാവിലെ മുംബൈ തീരത്ത് എത്തേണ്ടതായിരുന്നു. അതിനു മുൻപാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു കപ്പൽ അപകടം നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി നടന്നിരിക്കുകയാണ് കേരള തീരത്ത്. കപ്പൽ അപകടങ്ങൾ അധികം പരിചയമില്ലാത്ത കേരളത്തിന് ഞെട്ടലും ആശങ്കയും ഉയർത്തിയിരിക്കുകയാണ് അടുപ്പിച്ചുള്ള ഈ സംഭവങ്ങൾ. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം സജീവമായി മുൻപോട്ട് പോകുന്നതിനിടെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിലെ രാസപദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലിൽ കലർന്നത് സമാനതകളില്ലാത്ത പരിസ്ഥിതി പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞിരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇതുവരെ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പെല്ലറ്റ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തീരത്തടിഞ്ഞത്. ഇപ്പോൾ കോഴിക്കോട് ബേപ്പൂരിന് സമീപം രാസവസ്തുക്കൾ അടങ്ങിയ കപ്പലിലെ തീപിടുത്തം അതിഭയാനകം തന്നെയാണ്. MSC എൽസയിൽ കണ്ടതുപോലെ പ്ലാസ്റ്റിക്കും പഞ്ഞിയും കശുവണ്ടിയും ഒന്നുമല്ല ഇതിലുള്ളത്. 4 തരത്തിലുള്ള രാസവസ്തുക്കളാണ്. അപകടകരമായ വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം ചിന്തിക്കുന്നതിനും അപ്പുറം തന്നെയാണ്. അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ പറയുന്നതനുസരിച്ച് 4 തരത്തിലുള്ള രാസവസ്തുക്കൾ കപ്പലിലുണ്ട്. ക്ലാസ് 3, ക്ലാസ് 4.1, ക്ലാസ് 4.2, ക്ലാസ് 6.1 എന്നിങ്ങനെയാണ്. തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളെ ക്ലാസ് 3യിലും ഖരവസ്തുക്കളെ 4.1ലും ഉൾപ്പെടുത്തുന്നു. രാസപ്രക്രിയയിലൂടെ തനിയെ തീപിടിക്കുന്ന വസ്തുക്കൾ 4.2വിലാണ് ഉൾപ്പെടുന്നത്. വിഷാംശം ഉള്ള വസ്തുക്കൾ ക്ലാസ് 6.1ൽ ഉൾപ്പെടുന്നു. ഇവ ശ്വസിക്കുന്നതോ സ്പർശിക്കുന്നതോ അപകടകരമാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ക്ലാസ് 3 വിഭാഗം തീ പിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങളാണ്. അതായത് പെട്രോള്, ഡീസൽ, അസറ്റോൺ, എഥനോൾ എന്നിങ്ങനെ. ക്ലാസ് 4.1 ഘർഷണം കൊണ്ട് സ്വയം തീ പിടിക്കുന്നവ, അതായത് സൾഫർ, തീപ്പെട്ടി, കാൽസ്യം കാർബൈഡ്, കർപ്പൂരം, ഫോസ്ഫറസ് തുടങ്ങിയവ. ക്ലാസ് 4.2 വായു, തീ സ്പർശം കൊണ്ട് പെട്ടെന്ന് തീ പിടിക്കുന്നവ, അതായത് വെള്ള ഫോസ്ഫറസ്,
പഞ്ഞി, പഞ്ചസാര, വൈക്കോൽ എന്നിങ്ങനെ. ഇനി ക്ലാസ് 6.1, ഇത് ശ്വസിച്ചാലോ സ്പർശിച്ചാലോ ഹാനികരം. അതായത് ആർസനിക്, ഈയം, ബേറിയം, കീടനാശിനികൾ, ക്ലോറോഫോം, നിക്കോട്ടിൻ, ബേറിയം ഇങ്ങനെ ഉള്ള വസ്തുക്കൾ. ഇതെല്ലാം തന്നെ കടലിൽ പതിക്കുന്നത് അതീവ ഗുരുതരം തന്നെയാണ്. ഇപ്പോഴുണ്ടായ കപ്പലപകടം കടലിനെയും മത്സ്യസമ്പത്തിനെയും എങ്ങനെ ബാധിക്കും എന്നറിയണമെങ്കിൽ കണ്ടെയ്നറിനുള്ളിൽ എന്താണ് യഥാർത്ഥത്തിൽ നിറച്ചിരിക്കുന്നത് എന്നതറിയണം. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ രാസവസ്തുക്കളാണെന്നത് കൃത്യമായ വിവരം പുറത്തേക്ക് വന്നിട്ടില്ല. അവയിൽ ഭാരമുള്ളവയുണ്ടെങ്കിൽ അടിത്തട്ടിലേക്ക് കപ്പൽ മുങ്ങാൻ സാധ്യതയാണ്. അതേസമയം കണ്ണൂർ, കോഴിക്കോട് തീരങ്ങളിലെ മത്സ്യബന്ധനത്തെ ഈ കപ്പലപകടം ബാധിക്കുമോ എന്നതും ഒരാശങ്കയാണ്. ആവർത്തിച്ചുണ്ടാകുന്ന കപ്പലപകടങ്ങൾ നിരവധി ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. കപ്പലിലെ ഇന്ധനം കടലിൽ പരക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. കൊച്ചിയിലെ അപകടത്തിന്റെ കെടുതികളിൽ നിന്ന് കേരളം മുക്തമാകുന്നതിന് മുൻപാണ് അറബിക്കടലിൽ ഭീതി പരത്തിക്കൊണ്ട് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നത്. നേരത്തെ ഉണ്ടായ അപകടത്തിന് ആക്കം കൂട്ടിയത് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളായിരുന്നു. ബേപ്പൂരിലും 50-ലേറെ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതേ അളവിലുള്ളതോ അതിനേക്കാൾ വലുതോ ആയ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. കടലിൽ ഒഴുകി നടക്കുന്ന ഇത്തരം കണ്ടെയ്നറുകളിൽ മറ്റ് കപ്പലുകളും ബോട്ടുകളും വന്നിടിച്ച് അപകട സാധ്യതയും കൂട്ടുന്നു. അതുപോലെ തന്നെയാണ് അപകടകരമായ വസ്തുക്കൾ കടലിൽ കലർന്നാലുണ്ടാകുന്ന പ്രതിസന്ധികൾ. നമ്മുടെ മത്സ്യസമ്പത്തിനും ഇത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയൊന്നുമല്ല. കൂടാതെ കണ്ടെയ്നറുകൾക്കുള്ളിലെ പ്ലാസ്റ്റിക് തരികൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പദാർത്ഥങ്ങൾ കടലിൽ പരന്നൊഴുകാനും മറ്റു തരത്തിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരള അതിർത്തിക്കകത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്ന വലിയ ചോദ്യം ഉയരുകയാണ്. കൊച്ചിയിൽ ചരക്ക് കപ്പൽ മുങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ടും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കരയ്ക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പോലും പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. കപ്പൽ തകർന്നത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്ത് അതുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് സമഗ്ര വിവരങ്ങളാണ് ലഭ്യമാകേണ്ടത്. അതില്ലാത്തിടത്തോളം നമ്മുടെ മത്സ്യമേഖലയിൽ ഇതുണ്ടാക്കുന്ന ആശങ്ക പരിഹരിക്കപ്പെടില്ല. മത്സ്യത്തൊഴിലാളികളെയും അവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയുമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.